ഓസ്ട്രേലിയയിലെ സ്വർണ്ണനഗരമായ കൽഗൂർലിയിലൂടെ സഞ്ചാരം തുടരുകയാണ്. വെള്ളക്കാർ പടുത്തുയർത്തിയ പാശ്ചാത്യ ശൈലിയിലുള്ള ഒരു നഗരം. 1.25 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഈ നഗരം രൂപം കൊണ്ടിട്ട്. പാതയോരത്ത് കാണുന്നതെല്ലാം കൊളോണിയൽ കാല നിർമ്മിതികളാണ്. ഇന്നും ആ കൊളോണിയൽ ശൈലി നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു 100 കൊല്ലം മുൻപത്തെ പട്ടണത്തിൽ എത്തിയ പ്രതീതിയാണ് ഇതിലെ സഞ്ചരിക്കുമ്പോൾ. അന്ന് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത് എന്നറിയണമെങ്കിൽ ഈ ബോർഡുകളിലേക്ക് നോക്കിയാൽ മതി. ഇന്നും അതേവിധം ഇതെല്ലാം നിലനിൽക്കുന്നു. വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് ഈ പട്ടണത്തിന്. ഗോൾഡ് റഷിന്റെ കാലത്ത് ഇവിടെ കുറേയേറെ കെട്ടിടങ്ങൾ ഉയർന്നിരുന്നു. മൈനിങ്ങുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ മുതൽ സത്രങ്ങളും റെസ്റ്റോറന്റുകളും വീടുകളുമെല്ലാം ഉണ്ടായിരുന്നു അതിൽ. പ്രാദേശികമായി കിട്ടിയ പാറകൾ കൊണ്ടാണ് ആ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത്. കെട്ടിടം പണിയുമ്പോൾ പാറയിൽ തിളക്കമുള്ള വസ്തുക്കൾ കണ്ടിരുന്നെങ്കിലും അത് ഫൂൾസ് ഗോൾഡ് അഥവാ വിഡ്ഢികളുടെ സ്വർണം ആണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. അയൺ സൾഫൈഡ് കലർന്ന പൈറേറ്റ് സ്റ്റോണിനാണ് ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. കുറച്ചുപേർ ആ തിളങ്ങുന്ന വസ്തു വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റുള്ളവർ അവരെ കളിയാക്കുകയാണുണ്ടായത്. അങ്ങനെ വലിയ തോതിൽ ആ കല്ലുപയോഗിച്ച് ഈ പട്ടണത്തിലാകെ കെട്ടിടങ്ങൾ പണിതു. റോഡുകളിൽ വിരിക്കുന്നതിനു വരെ ആ കല്ലാണ് ഉപയോഗിച്ചത്. എന്നാൽ 1896 ആ കല്ലുകളിലുള്ളത് യഥാർത്ഥ സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടെ ആളുകൾ കെട്ടിടങ്ങൾ ഓരോന്നായി പൊളിച്ച് കല്ലിലെ സ്വർണം വേർതിരിച്ചെടുക്കാൻ തുടങ്ങി. റോഡിൽ പതിച്ച കല്ലുകൾ വരെ അപ്രത്യക്ഷമായി. അങ്ങനെ 3 വർഷം കൊണ്ട് പണിത ഒരു പട്ടണത്തിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാവുകയാണുണ്ടായത്. പിന്നീട് ഇവിടെ വന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ കാണുന്നതെല്ലാം. ഇപ്പോൾ എല്ലാ സൗകര്യവുമുള്ള മികച്ച ഒരു പട്ടണമാണ് കൽഗൂർലി. മൈൻ തൊഴിലാളികളാണ് ഇവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗവും. സ്വർണ്ണഖനി തൊഴിലാളികൾ മറ്റു മേഖലയിലെ തൊഴിലാളികളെ പോലെയല്ല. ഏതാണ്ടൊരു പട്ടാളച്ചുട്ടിയെ ഓർമ്മിപ്പിക്കുന്നതാണ് അവരുടെ ദിനചര്യ. 12 മണിക്കൂറാണ് ഒരു ഷിഫ്റ്റ്. ചിലർ 7 ദിവസം ജോലി ചെയ്താൽ പിന്നെ 7 ദിവസം ഒഴിവായിരിക്കും. ജോലിയുടെ കാഠിന്യമനുസരിച്ച് കൃത്യമായ ലീവുമുണ്ടാകും. മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേർ ഇവിടുത്തെ സ്വർണ്ണഖനികളിൽ ജോലി ചെയ്യുന്നുണ്ട്. നല്ല പ്രതിഫലമാണെന്നതാണ് ആകർഷണം. ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന അലക്സും ഇവിടെ ജോലി ചെയ്തിട്ടുള്ളയാളാണ്. 4-5 വർഷക്കാലം അദ്ദേഹം കൽഗൂർലിയിലെ ഖനികളിൽ ജോലി ചെയ്തു. അതുകൊണ്ടാണ് അലക്സിന് ഇവിടെയൊക്കെ നല്ല പരിചയം. മദ്യം, ലഹരി എന്നിവയൊന്നും ഖനിയിൽ അനുവദനീയമല്ല എന്നാണ് അലക്സ് പറയുന്നത്. വൈകിട്ട് താമസിക്കുന്ന ഇടത്തു വന്നാൽ നിയന്ത്രിതമായ അളവിൽ മദ്യം കഴിക്കാം. പരമാവധി 120 മില്ലി മദ്യമേ ഒരാൾക്ക് അവിടെയും കിട്ടൂ. അല്ലെങ്കിൽ 350 മില്ലിയുടെ 4 കുപ്പി ബിയർ. റേഷൻ പോലെയാണ് മദ്യവിതരണം. രാവിലെ 4 മണിക്കുണർന്ന് ജോലിക്ക് പോകാൻ റെഡിയാവേണ്ടത് കൊണ്ടുകൂടിയാവാം മദ്യത്തിന്റെ ഈ നിയന്ത്രണം. ഖനിത്തൊഴിലാളികൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കുകയും വേണം. ഇനി ഞങ്ങൾ കൂൾഗാർഡി എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പട്ടണമാണത്. കൽഗൂർലിക്ക് മുൻപേ മൈനിങ് ടൗണായി വികസിച്ചത് കൂൾഗാർഡി ആയിരുന്നു. അവിടുത്തെ ഖനികൾ പലതും നിന്നുപോയിരിക്കുന്നു ഇപ്പോൾ. അതിനാൽ കൂൾഗാർഡി ഇന്നൊരു പ്രേതനഗരം പോലെയാണ്. ഖനികളിൽ സ്വർണം ഇല്ലാതായതോടെയാണ് കൂൾഗാർഡി പട്ടണത്തിന്റെ പ്രതാപവും അസ്തമിച്ചത്. ഒരുപക്ഷെ ഞങ്ങൾ കടന്നുവന്ന കൽഗൂർലി പട്ടണത്തിന്റെ വിധിയും അതായിരിക്കാം. സ്വർണം ഇല്ലാതായാൽ അവിടെ തൊഴിലുകളും ഉണ്ടാവില്ല. പിന്നെ അവിടെ താമസിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണം മാത്രമല്ല കൽഗൂർലിയിൽ കിട്ടുന്നത്. ഗോൾഡ് നഗറ്റ് എന്ന സ്വർണ്ണക്കല്ലുകളുടെ പ്രദേശമാണിത്. സ്വർണത്തിന്റെ ചെറിയ കട്ടകൾ. അത് ഈ പ്രദേശത്താകെ ചിതറിക്കിടന്നിരുന്നു ഒരു കാലത്ത്. കാടുകളിലും പുൽമേടുകളിലുമെല്ലാം ആളുകൾ ആ സ്വർണ്ണത്തരികൾ തേടി നടന്നു. അതിനായി മാത്രം ഒട്ടേറെ പേർ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ മെറ്റൽ ഡിറ്റക്ടറുമായി സ്വർണം തിരയാൻ തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തിരയുന്നവരുണ്ട്. അവർക്ക് ചെറിയ കട്ടകൾ കിട്ടാറുമുണ്ട്. 2019 ഇവിടെ ഒരിടത്തു നിന്നും ഒരാൾക്ക് കിട്ടിയ ഗോൾഡ് നഗറ്റിന് 1 കിലോ 400 ഗ്രാം തൂക്കമുണ്ടായിരുന്നു. 2025 895 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണക്കല്ലും കിട്ടി. ഭ്രാന്തമായ ആവേശത്തോടെ പലരും ഇപ്പോഴും ഇവിടെയൊക്കെ സ്വർണം തിരഞ്ഞു നടക്കുന്നുണ്ട്.
സ്വർണ്ണ അയിരുമായി പോകുന്ന ട്രക്കുകൾ പാതയിൽ കാണാം. ഞങ്ങളിപ്പോൾ കൂൾഗാർഡി പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാതയോരത്ത് ട്രക്കുകൾ നിരന്നു കിടക്കുന്നുണ്ട്. ഉൾനാടുകളിലെ ചെറിയ ഖനികളിൽ നിന്നും അയിര് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകൾ തന്നെ. 12ഓളം സ്വർണ്ണഖനികൾ കൂൾഗാർഡി പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ എല്ലാം പ്രവർത്തനം നിലച്ചു. ലഭിക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതാണ് കാരണം. ഇവിടെ ഒരു ഓപ്പൺ മ്യൂസിയമുണ്ട്. ബെൻ പ്രിയോർ പാർക്ക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുന്നിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇതാണ് കൂൾഗാർഡി പട്ടണം. സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞുകിടക്കുകയാണെങ്കിലും അതിന്റെ മുന്നിലൂടെ അലഞ്ഞു തിരിഞ്ഞെന്നോണം നടക്കുന്ന കുറച്ചാളുകളെ കാണാം. ഇതിവിടുത്തെ അബോർജിനുകളാണ്. ഒരു പണിയുമില്ലാതെ നടക്കുന്നവർ. എവിടെയെങ്കിലും ഒരു ബെഞ്ച് കണ്ടാൽ അതിൽ പോയിരിക്കും. ഇവരുടേതായിരുന്നു ഈ നാട്. ആഴ്ചയിൽ ഒരിക്കൽ ഗവൺമെന്റ് അവർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ആ പെൻഷൻ കൊണ്ട് ഭക്ഷണവും കഴിച്ച് ലഹരിയും ഉപയോഗിച്ച് അവരങ്ങനെ കഴിയുന്നു. ഞങ്ങൾ ബെൻ പ്രിയോർ പാർക്കിലേക്ക് ഒന്ന് കയറാൻ തീരുമാനിച്ചു. കവാടം കടന്ന് അതിനകത്തേക്ക് ചെല്ലുമ്പോഴേ സ്വീകരിക്കുന്നത് സ്വർണ്ണക്കട്ടയുടെ രൂപത്തിൽ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു പാറയാണ്. തൊട്ടപ്പുറം കുറെ പഴയ വാഗണുകളുണ്ട്. 1 നൂറ്റാണ്ട് മുൻപ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും വാഹനങ്ങളുമൊക്കെയാണ് പ്രദർശനത്തിലുള്ളത്. ജനവാസം തുടങ്ങിയ കാലത്ത് കൂൾഗാർഡിയുടെ ഗതാഗതം പൂർണ്ണമായും കുതിര വലിക്കുന്ന വണ്ടികളിലായിരുന്നു. മാർവിക് കാരിയേജ് എന്നറിയപ്പെടുന്ന വണ്ടി. പോർട്ടബിൾ സ്റ്റീം ബോയിലർ വിത്ത് വൈൻഡർ എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. ആദ്യകാലത്തെ സ്വർണ്ണഖനികളിലെ പിറ്റുകളിൽ അഗാധതയിൽ നിന്ന് സാമഗ്രികൾ വലിച്ചു പൊക്കാനും താഴേക്കിറക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്തെ യന്ത്രമാണ്. അക്കാലത്ത് ഖനിത്തുരങ്കങ്ങൾ ഇടിഞ്ഞു വീഴാതിരിക്കാൻ വലിയ തടിക്കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അവ പിറ്റുകളിലേക്ക് ഇറക്കിയിരുന്നത് ഈ സ്റ്റീം ബോയിലർ വൈൻഡർ ഉപയോഗിച്ചാണ്. പൊട്ടിച്ച പാറകൾ മുകളിലെത്തിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിന് ഏർലി റോഡ് വർക്ക്സ് മിഷനറി എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. പലതും മനുഷ്യാധ്വാനം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന യന്ത്രങ്ങളാണ്. കുതിരകളെയോ ഒട്ടകങ്ങളെയോ വെച്ച് വലിപ്പിക്കുന്നവയുമുണ്ട്. കൂൾഗാർഡിയിലെ ആദ്യകാല റോഡുകൾ പണിതത് ഇത്തരം ഉപകരണങ്ങൾ കൊണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉയരമുള്ള ഒരു യന്ത്രമുണ്ട്. സ്റ്റാമ്പ് ബാറ്ററി എന്നാണ് ഇതിനെ പറയുക. പഴയകാലത്തെ മൈനിങ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിരുന്നു ഇതും. ഡബിൾ ഡ്രം സ്റ്റീം വൈൻഡർ എന്നാണ് ഇതിന്റെ പേര്. 1895-ൽ നിർമ്മിച്ച യന്ത്രമാണ്. 2 ഡ്രമ്മുകളുള്ള സ്റ്റീം വൈൻഡർ. നീരാവിയുടെ ശക്തി കൊണ്ട് ഭാരമുയർത്താനും താഴ്ത്താനുമാണ് ഇത്തരം വൈൻഡറുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാഷണൽ ബാങ്ക് ഓസ്ട്രേലിയ ലിമിറ്റഡ് എന്ന് അതിന് ബോർഡുമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് കൂൾഗാർഡിയിൽ ഉണ്ടായിരുന്ന നാഷണൽ ബാങ്കിന്റെ റിപ്ലിക്കയാണ്. അക്കാലത്ത് 15,000 ആളുകളാണ് ഈ പട്ടണത്തിൽ വസിച്ചിരുന്നത്. അവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ബാങ്കുകളിൽ ഒന്ന് ഇതായിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള അഴികളുണ്ട്. അതിലൂടെ ആയിരിക്കണം ഇടപാടുകൾ നടന്നിരുന്നത്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കൂൾഗാർഡിയിലെ ആദ്യ ബാങ്ക്. 1894-ലാണ് കൂൾഗാർഡിയിൽ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. നാഷണൽ ബാങ്കിന്റെ പെർത്തിലെ ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വലിയൊരു മൈതാനത്ത് അങ്ങിങ്ങായി പല പല യന്ത്രസാമഗ്രികൾ. ഇതൊരു പാർക്ക് കൂടിയാണ്. കുട്ടികളുമൊത്ത് കുടുംബങ്ങൾ സമയം ചെലവഴിക്കാനെത്തുന്ന ഒരിടം. സ്റ്റീം വൈൻഡറുകൾ തന്നെയാണ് ഇവിടുത്തെ വലുതും ചെറുതുമായ പ്രധാന കാഴ്ചകൾ. മൈനുകളിൽ ഏറ്റവും ആവശ്യമുള്ളൊരു ഉപകരണമാണ് വൈൻഡർ. ഇവിടെ ചില കെട്ടിടങ്ങളുടെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജാക്ക് കാരിൻസ് എന്നൊരാൾ താമസിച്ചിരുന്ന വീടും പരിസരവുമാണിത്. കൂൾഗാർഡിയിൽ ജീവിച്ചിരുന്ന അനേകം രസികൻ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ജാക്ക് കാരിൻസ്. കൂൾഗാർഡിയിലും പരിസരത്തുമുള്ള വനങ്ങളിലൂടെ സ്വർണം തിരഞ്ഞു നടന്നിരുന്നയാൾ. അങ്ങനെ കണ്ടെത്തുന്ന സ്വർണ്ണക്കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ച് ഉരുക്കി സ്വർണ്ണക്കട്ടികളാക്കി വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. ജാക്കിന്റെ സൈക്കിളാണിത്. ഈ സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ് കുറേ നാൾ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ജാക്ക് കാരിൻസ് അന്തരിച്ചത്. 25 വർഷത്തിലേറെക്കാലം ഏകനായി ഇവിടെ താമസിച്ചിരുന്നു അയാൾ. പണ്ട് കൂൾഗാർഡി നഗരത്തിലെ വാസയിടങ്ങൾ പലതും ഇങ്ങനെയായിരുന്നു.
സ്വർണം കുഴിച്ചെടുക്കാനും അത് സംസ്കരിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ. ബ്രിട്ടനിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്തിരുന്നതാണ് ഇവയിൽ കൂടുതലും. പഴയകാലത്ത് വെള്ളം കൊണ്ടുപോയിരുന്ന പൈപ്പുകൾ വരെ ഇവിടെയുണ്ട്. അനേകം പഴയകാല യന്ത്രങ്ങൾ പലയിടങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്നു. ഇക്കാണുന്നത് പണ്ടത്തെ ഒരു റോഡ് റോളറാണ്. നീരാവി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന റോഡ് റോളറിന്റെ ഒരു ഭാഗം. ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വണ്ടിയിൽ ചെന്ന് കയറി. 1892 സ്ഥാപിതമായ പട്ടണമാണ് കൂൾഗാർഡി. ആർതർ വെല്ലസ്ലി ബെയ്ലി, വില്യം ഫോർഡ് എന്നിവരാണ് കൂൾഗാർഡി പ്രദേശത്ത് ആദ്യമായി സ്വർണം കണ്ടെത്തിയത്. അതോടെ ഇവിടേക്ക് സ്വർണ്ണാന്വേഷികളുടെ ഒഴുക്ക് ആരംഭിച്ചു. കുഴിച്ചെടുക്കുന്നത് മാത്രമല്ല, നിലത്ത് കിടന്നു പോലും സ്വർണം കിട്ടുന്ന സ്ഥലമായിരുന്നു ഇത്. അക്കാര്യം കേട്ടറിഞ്ഞ് അനേകം പേർ ബ്രിട്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നുമൊക്കെ കൂൾഗാർഡിയിലേക്ക് വന്നെത്തി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും കൂൾഗാർഡി കേന്ദ്രീകരിച്ച് 700 സ്വർണ്ണഖനന സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വർണത്തിലൂടെ എത്തിയ സമ്പത്ത് ഈ പട്ടണത്തെ അതിവേഗം വളർത്തി. ഖനിയിൽ നിന്നും കോരിയെടുത്ത മണ്ണും പാറയും കൊണ്ടുപോകുന്ന കൂറ്റൻ ട്രക്കുകളാണിത്. റോഡ് ട്രെയിൻ എന്നറിയപ്പെടുന്ന ട്രക്കുകൾ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ കൂൾഗാർഡിയിൽ നിന്നും യാത്ര തുടരുകയാണ്. വിജനമായ പ്രദേശങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ സ്വർണം തേടി നടന്ന ഭാഗ്യാന്വേഷികൾ ധാരാളമുണ്ട്. അവരിൽ പലരും അലഞ്ഞു നടന്ന് തന്നെ മരിച്ചുപോയി. റെജി പുല്ലാട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ദീർഘമായ യാത്രയാണല്ലോ. റെജിയും അലക്സും മാറി മാറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഗോതമ്പ് പാടങ്ങൾ കണ്ടു തുടങ്ങി. ഈ യാത്രയിൽ ഇനി ദീർഘദൂരം ഗോതമ്പ് പാടങ്ങളുടെ കാഴ്ചയാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വീറ്റ് ബെൽറ്റാണിത്. ഇപ്പോൾ സദേൺ ക്രോസ് എന്ന സ്ഥലത്തേക്കെത്തുകയാണ്. ഈ മേഖലയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു സദേൺ ക്രോസ്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഗോസ്റ്റ് ടൗൺ ആണ് എന്ന് പറയാം. 1-2 പെട്രോൾ പമ്പുകളൊക്കെയുണ്ട്. ചില ഹോട്ടലുകൾ കാണുന്നുണ്ട്. അവ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. പ്രവർത്തനം നിലച്ച ഒരു സ്വർണ്ണഖനിയാണ് ഇക്കാണുന്നത്. അതിലുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്ത് അങ്ങുമിങ്ങും കിടക്കുന്നു. സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതാണ് ഖനി പൂട്ടാനുള്ള ഒരു കാരണം. ഗവൺമെന്റുമായി ഉണ്ടായ എന്തോ തർക്കവും അതിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായിട്ടുണ്ട്. യന്ത്രങ്ങളും വാഹനങ്ങളുമൊക്കെ തുരുമ്പെടുത്ത് കിടക്കുന്നു. സദേൺ ക്രോസ് നിർജീവമാകാനുള്ള ഒരു കാരണം ആ മൈൻ പൂട്ടിപ്പോയതാണ്. വളരെ പെട്ടെന്നാണ് പട്ടണത്തിൽ നിന്ന് ആളൊഴിഞ്ഞുപോയത്. ഒരു ഭാഗത്ത് പൈപ്പ് ലൈൻ കാണാം. പെർത്തിൽ നിന്നും ഈ ഭാഗത്തേക്ക് ശുദ്ധജലം കൊണ്ടുവരുന്ന പൈപ്പ് ലൈനാണ്. അത് കടന്നുപോകുന്ന ഭാഗത്ത് നിലത്ത് വെള്ള നിറമാണ് കാണുന്നത്. ഉപ്പാണ്. ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട് ഈ പ്രദേശത്ത്. പുരാതന കാലത്തുണ്ടായിരുന്ന നദികളാണ് ഇവിടങ്ങളിൽ ഉപ്പുതടങ്ങൾ രൂപപ്പെടുത്തിയത് എന്നാണ് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. സദേൺ ക്രോസ് കഴിയുമ്പോൾ ഡൂട്ട് ലാക്കിൻ എന്ന പ്രദേശമുണ്ട്. ഉപ്പ് തടാകങ്ങളുടെ ഒരു പ്രദേശം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു കർഷക സെറ്റിൽമെന്റ് രൂപപ്പെട്ട സ്ഥലമാണ് ഡൂട്ട് ലാക്കിൻ. ഉപ്പുതടങ്ങളുടെ പ്രദേശം കഴിഞ്ഞാൽ ഉടനെ നിരന്ന ഗോതമ്പ് പാടങ്ങളുടെ കാഴ്ചയാണ്. ഇവിടെ വലിയ കുറെ ധാന്യ സംഭരണികളും ഒരു ഫാമുമെല്ലാം കാണുന്നുണ്ട്. 1-2 വീടുകളുമുണ്ടെന്ന് തോന്നി. ഞങ്ങൾ ഏതായാലും അവിടെ ഒന്ന് കയറാൻ തീരുമാനിച്ചു. ഒന്ന് പോയി നോക്കാം. സായിപ്പ് സാധാരണയായി ഇത്തരം സ്ഥലങ്ങളിലേക്കൊന്നും പുറത്തുനിന്നുള്ള ആളുകളെ കയറ്റുകയില്ല. എങ്കിലും ഒന്ന് പരീക്ഷിക്കാമെന്ന എന്റെ നിർബന്ധത്തിന് വഴങ്ങി റെജി അവിടേക്ക് കാർ വിടുകയാണ്. ഫാമിന്റെ ഉടമസ്ഥന്റെയോ ജോലിക്കാരുടെയോ വീടായിരിക്കണം. വണ്ടി ഒരിടത്തൊതുക്കി റെജി അവിടെ കണ്ട വീടിനടുത്തേക്ക് ചെന്നു. വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. റെജി മയത്തിൽ അവരോട് ഫാം ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ധീരനായ അലക്സും തെല്ലൊരു ഭയത്തോടെ പിറകെ ചെല്ലുന്നുണ്ട്. 2 പേരും അവരോട് എന്തൊക്കെയോ ചോദിച്ചു. പക്ഷേ സ്ത്രീ അല്പം കടുപ്പത്തിലാണ്. പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു.
ഈ പ്രദേശത്തൊന്നും കണ്ടേക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പറയാം. റോഡിലേക്കുള്ള വഴി അവർ പറഞ്ഞു തന്നു. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടരുകയും ചെയ്തു. ഒരു ഫാം അകത്ത് കയറി കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. എന്റെ സുഹൃത്തുക്കൾ സ്ത്രീയുടെ ചീത്തവിളിയും കേട്ടു. ഇവിടുത്തെ ഫാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ധാന്യസംഭരണിയും ഗോഡൌണുമൊക്കെയേ ഉള്ളൂവെന്ന് തോന്നുന്നു. പശുക്കളെ വളർത്തിയിരുന്ന വലിയൊരു ഷെഡ് ഒരു ഭാഗത്തുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പോലും സമയം തന്നില്ല ആ സ്ത്രീ. അവിടെ നിന്ന് ചാണകം പുറത്തു കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. വീണ്ടും ഗോതമ്പ് പാടങ്ങൾ തന്നെയാണ് കാഴ്ച. നോക്കത്താ ദൂരം പരന്ന് വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ. കൃഷിയിടങ്ങളുടെ നടുവിൽ ഇത്തരത്തിലുള്ള വലിയ സംഭരണികളും കാണാം. ഇപ്പോൾ കെല്ലർബെറിൻ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഒരു വീറ്റ് ബെൽറ്റ് പട്ടണമാണ് കെല്ലർബെറിൻ. 800ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ചില സൂപ്പർ മാർക്കറ്റുകൾ, ഗ്രാമീണർക്ക് വേണ്ടിയുള്ള കടകൾ, കാർഷിക ഉപകരണങ്ങളുടെ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം പട്ടണത്തിൽ കാണാം. ഖനിപട്ടണമല്ലാത്തതുകൊണ്ട് ഇത് ഇനിയും നിലനിന്നു പോകും. കാരണം കൃഷിയാണ് ഈ പട്ടണത്തെ നിലനിർത്തുന്നത്. സജീവമാണ് കെല്ലർബെറിൻ പ്രദേശം. കുറെ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. തുറന്നുവെച്ച കടകളുമുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട് ഈ പട്ടണത്തിൽ. പെട്രോൾ പമ്പും. എല്ലാം പഴയ ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും. വീടുകൾക്കും കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കുമൊക്കെ 1930കളിലെയും 40കളിലെയും രൂപമാണ്. വേലിക്കെട്ടിനുള്ളിൽ ചെറിയ പുരയിടങ്ങൾ, അതിന്റെ നടുവിൽ വീട്. ഒറ്റനില വീടുകളാണ് കൂടുതലും. ഇവിടെയൊക്കെ ഇറങ്ങി അന്വേഷിച്ചാൽ ചിലപ്പോൾ മലയാളികളെയും കണ്ടെത്താം. കാരണം ഇത്തരം പട്ടണങ്ങളിലെല്ലാം ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ മിക്കവരും മലയാളികളുമായിരിക്കും. ഇപ്പോൾ കുണ്ടർഡീൻ എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെൽക്കം ടു കുണ്ടർഡീൻ എന്നൊരു ബോർഡ്. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. വീറ്റ് ബെൽറ്റ് ഏരിയയിൽ രൂപം കൊണ്ട പഴയൊരു പട്ടണമാണ് കുണ്ടർഡീൻ. ഗോൾഡ് ഫീൽഡ്സ് ജലവിതരണ പദ്ധതിയുടെ റൂട്ടിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന പട്ടണം. ഇവിടെയും ഒരു മ്യൂസിയമുണ്ട്. കാർഷിക ഉപകരണങ്ങളാണ് ഇവിടെ കൂടുതലായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് പഴയ ഓടു കമ്പനി പോലെ ഒരു കെട്ടിടം കാണാം. അതിവിടുത്തെ പമ്പ് ഹൗസാണ്. ഗോൾഡ് ഫീൽഡ്സ് വാട്ടർ സപ്ലൈ സ്കീമിലെ നമ്പർ 3 പമ്പ് സ്റ്റേഷൻ. പണ്ട് ബോയിലർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പമ്പിംഗ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പുകക്കുഴലാണ് അക്കാണുന്നത്. ഞങ്ങൾ അതിനടുത്തേക്ക് കയറി ചെന്നു. ഇത്തരം എല്ലാ ഗ്രാമങ്ങളിലും ഒരു മ്യൂസിയം ഉണ്ടെന്ന കാര്യമാണ് അത്ഭുതപ്പെടുത്തുന്നത്. അത് നല്ലൊരു ആശയമാണ്. ആ നാടിന്റെ സംസ്കൃതിയും പഴയകാല ഉപകരണങ്ങളും മനുഷ്യജീവിതത്തിന്റെ കാഴ്ചകളുമെല്ലാം പ്രദർശിപ്പിക്കുന്നു. കുണ്ടർഡീനിലെ പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളും റെയിൽവേ ബോഗിയുമെല്ലാമുണ്ട് ഒരു ഭാഗത്ത്. വെള്ളം കൊണ്ടുപോയിരുന്ന പൈപ്പുകൾ. ഇത് കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിക്കുന്നതിനുള്ള ഉപകരണമാണ്. മുയലിന്റെ വലിയ ശല്യമുണ്ടായിരുന്നു ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ. അവയെ തുരത്താനുള്ള മരുന്ന് തളിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. കുണ്ടർഡീൻ റൂറൽ ലൈഫിന്റെ ഒരു മ്യൂസിയവുമുണ്ട് ഇവിടെ. അതിനകത്ത് കാർഷിക ഉപകരണങ്ങൾ മാത്രമല്ല, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. പല കാലഘട്ടങ്ങളിലെ പലതരം സാധനങ്ങൾ. കുതിരവണ്ടികളായിരുന്നു ഇവിടുത്തെ പ്രധാന വാഹനം. പിന്നീട് ഡീസൽ എഞ്ചിനുള്ള വണ്ടികൾ വന്നപ്പോൾ അതിന്റെ രൂപം ഇങ്ങനെയായിരുന്നു. അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലുമുണ്ടായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല പല സാധനങ്ങൾ. അതൊന്നും സൂക്ഷിച്ചു വെക്കാൻ നമുക്കായില്ല. ഇവരാകട്ടെ അവയെല്ലാം ഭാവി തലമുറകൾക്ക് കാണാൻ സൂക്ഷിച്ചു വെച്ചു. മിക്ക ഗ്രാമങ്ങളിലും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളും വാഹനങ്ങളും മറ്റുപകരണങ്ങളുമെല്ലാം നശിപ്പിച്ചു കളയാതെ സംരക്ഷിച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന കാഴ്ചകളാണ് അതോരോന്നും. ഇതൊരു പ്രസ്സാണ്. വൂൾ പ്രസ്. കമ്പിളി കംപ്രസ് ചെയ്യുന്ന ഉപകരണം. ചെമ്മരിയാട് വളർത്തലും അതിന്റെ രോമമെടുക്കലുമെല്ലാം ഈ മേഖലയിലെ വലിയ വ്യവസായമായിരുന്നു. ഇവിടെ നിന്നും യൂറോപ്പിലേക്കാണ് വൂൾ കയറ്റുമതി ചെയ്തിരുന്നത്. പ്രസ് ചെയ്ത് ബണ്ടിലുകളാക്കിയാണ് അത് കപ്പലിൽ കയറ്റുക. അതിനാണ് വൂൾ പ്രസ് ഉപയോഗിച്ചിരുന്നത്. പല കാലഘട്ടങ്ങളിലെ ട്രക്കുകളും ഇവിടെ ഒരു ഭാഗത്തുണ്ട്.
1930കളിലെയും 40കളിലെയും 50കളിലെയും ഒക്കെ വാഹനങ്ങൾ. നീരാവി ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കുന്നതിന് വിറക് കത്തിക്കുന്ന പുക പുറത്തുപോയിരുന്നത് ഈ ചിമ്മിനിയിലൂടെയാണ്. മറ്റൊരു ഭാഗത്ത് മരത്തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ടാങ്ക് പഴയ വാട്ടർ ടാങ്കാണ്. കൂറ്റൻ മരങ്ങൾ വെട്ടിയെടുത്തുകൊണ്ടുവന്ന് നാട്ടി അതിന്റെ മുകളിലാണ് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ക്രെയിനൊന്നുമില്ലാത്ത ഒരു കാലത്ത് പണിതതാണല്ലോ. ടാങ്ക് മുകളിൽ വെച്ചാണ് അസംബിൾ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വെൽഡിംഗ് ഇല്ലാത്ത കാലത്ത് തകിടുകൾ തമ്മിൽ ചേർത്ത് റിവറ്റുകൾ അടിച്ചുണ്ടാക്കിയ ടാങ്ക്. 1 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് അതിന്. ഞാൻ ചെല്ലുമ്പോഴേക്കും അലക്സ് വണ്ടിയുടെ ഗ്ലാസ് നന്നായി ക്ലീൻ ചെയ്യുകയാണ്. ഷൂട്ടിംഗ് സുഗമമാക്കാൻ അത് വേണമെന്ന് അദ്ദേഹത്തിനറിയാം. വളരെ ആത്മാർത്ഥതയോടെ അലക്സ് ക്ലീൻ ചെയ്ത ഗ്ലാസിലൂടെയാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നത്. വീണ്ടും ദീർഘയാത്ര. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് യാത്ര എന്നതുകൊണ്ട് വെയിൽ മുഖത്തേക്കാണ് അടിക്കുന്നത്. ഓസ്ട്രേലിയൻ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ സഞ്ചാരം തുടർന്നു.